ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. ഇന്നലെയായിരുന്നല്ലോ മാത്സിൻ്റെ എക്സാം, ഇന്നായിരുന്നു സയൻസിൻ്റെ എക്സാം. സയൻസിൻ്റെ എക്സാമിന് ഷോർട്ട് നോട്ട് ഇടാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തായാലും ചെയ്യുന്നുണ്ട് ആ വീഡിയോ, പക്ഷെ അത് അടുത്ത എഴുതുന്ന സ്റ്റുഡൻസിനായിരിക്കും ഉപകാരപ്പെടുന്നത്. പക്ഷേ ഇടാനുള്ളൊരു ടൈം എനിക്ക് കിട്ടിയിരുന്നില്ല, അതാണ് ഇടാഞ്ഞത്. സോഷ്യൽ സയൻസിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ആക്കി വെച്ചിട്ടുണ്ട്, ഷോർട്ട് നോട്ട്സ്. അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ എക്സാമിന് മുന്നേ വരെ ഞാൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് വൈസ് ആയിട്ട് ക്ലാസ്സുകൾ ഇട്ടേക്കാം കേട്ടോ. അപ്പം അതിന് മുന്നേ മാത്സിൻ്റെ എക്സാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും കമൻറ്റ് ചെയ്യണം. കാണുന്ന എല്ലാവരും തന്നെ കമൻറ്റ് ചെയ്യണം കേട്ടോ, മാത്സിൻ്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് സാമൂഹ്യ ശാസ്ത്രം അല്ലെ സോഷ്യൽ സയൻസിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നോക്കാം. ഓരോ യൂണിറ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ്. പാഠപുസ്തകവും വിനിമയവും, പാഠ്യപദ്ധതി വിനിമയവും ആസൂത്രണവും, അതാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തെ പാഠപുസ്തകവും വിനിമയവും. പാഠപുസ്തകം വിദ്യാർത്ഥികളുടെ പഠന സാമഗ്രിയായും നിരീക്ഷണം, പരീക്ഷണം, താരതമ്യം, അപഗ്രഥനം, നിഗമനം തുടങ്ങിയ പ്രക്രിയകൾക്ക് പ്രേരണയും ചലനവും നൽകുന്ന ഉപാധിയായും വർത്തിക്കുന്നു. എന്താണ് പറയുന്നത്? പാഠപുസ്തകം എന്ന് പറയുന്നത് ഒരു സാമഗ്രിയാണ് അല്ലെ, വിദ്യാർത്ഥികളുടെ ഒരു പഠന സാമഗ്രി. ഒരുപാട് പഠന സാമഗ്രിയിൽ ഒരു പ്രധാനപ്പെട്ട ഒഴിച്ചുമാറ്റി വെക്കാൻ പറ്റാത്ത, ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പാഠപുസ്തകം എന്ന് പറയുന്നത്. പാഠപുസ്തകമല്ലാതെയും നിരവധി പഠന സാമഗ്രികളുണ്ട്. ഈ പാഠപുസ്തകം നിരീക്ഷണം, പരീക്ഷണം, താരതമ്യം, അപഗ്രഥനം, നിഗമനം തുടങ്ങിയ പ്രക്രിയകൾക്ക് പ്രേരണ, അതുപോലെ പ്രേരണാത്മകമായിട്ടുള്ള ഒരു ഉപാധിയാണ് പാഠപുസ്തകം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രയോജനങ്ങൾ? സ്വയം പഠനത്തിനും ആശയങ്ങളെ ജീവിതവുമായി ബന്ധപ്പെടുത്താനും സഹായിക്കുന്നു. കുട്ടികളുടെ നിലവാരവും സവിശേഷതകളും, കഴിവ്, താല്പര്യം, ഭാവന, ധാരണ എന്നിവ പരിഗണിക്കുന്നു. അധ്യാപകർക്ക് പഠനം ആസൂത്രണം ചെയ്യാനും വിലയിരുത്താനും സഹായിക്കുന്നു. അധ്യാപക സഹായി അല്ലെ, ടീച്ചർ ടെക്സ്റ്റ് പഠന പ്രവർത്തനങ്ങൾക്ക് ആസൂത്രണം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനും വളരെ സഹായകരമാണ്. ഒരു പാഠപുസ്തകം കൊണ്ട് എന്തെല്ലാം പ്രയോജനങ്ങളാണുള്ളത്? കുട്ടിക്ക് സ്വയം പഠിച്ച ആശയങ്ങളെ മനസ്സിലാക്കി വേണമെങ്കിൽ നല്ല നല്ല ആശയങ്ങളെ ജീവിതത്തിലേക്ക് പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നുണ്ട്. കുട്ടിയുടെ കഴിവ്, താല്പര്യം, ഭാവന, ധാരണ എന്നിവയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഓരോ പാഠപുസ്തകവും നിർദ്ധാരണ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ പാഠപുസ്തകവും നിർമ്മിച്ചിരിക്കുന്നത്. അധ്യാപകർക്ക് ആ പാഠഭാഗത്തെ കുറിച്ചിട്ടൊരു ആസൂത്രണം നടത്തണമെങ്കിൽ പാഠപുസ്തകം ആവശ്യമാണ്. അതുപോലെ ടീച്ചർ ടെക്സ്റ്റ്, അധ്യാപക സഹായി അല്ലെ, ടീച്ചർ ടെക്സ്റ്റ് വളരെ വളരെ ഹെൽപ്ഫുൾ ആണ് അല്ലെ. നമ്മളൊരു ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ടീച്ചർ ടെക്സ്റ്റിന്റെ ഉപയോഗം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരുപാട് സ്ട്രാറ്റജീസ് നമുക്ക് ടീച്ചർ ടെക്സ്റ്റിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പ്രയോജനങ്ങൾ. വിനിമയ സാമഗ്രികൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ലേണിംഗ് റിസോഴ്സസ് ആണ് വിനിമയ സാമഗ്രികൾ. അച്ചടി സാമഗ്രികൾ, ദൃശ്യ ശ്രവ്യ ICT, ദൃശ്യ ശ്രവ്യ സാമഗ്രികളാണ് ഉദ്ദേശിക്കുന്നത്. ചരിത്രപരമായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അത്തരത്തിലുള്ള രേഖകൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ. ഇതില് അച്ചടി സാമഗ്രികൾ, അതിലാണ് പാഠപുസ്തകം പെടുന്നത് അല്ലെ. വിനിമയ സാമഗ്രികളാണ്, ലേണിംഗ് റിസോഴ്സസ് ആണ്, അതിൽ അച്ചടി സാമഗ്രികളിൽ പെടുന്നതാണ് പാഠപുസ്തകങ്ങൾ, അധ്യാപക സഹായികൾ, റഫറൻസ് പുസ്തകങ്ങൾ, പത്രമാസികകൾ. അച്ചടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, അത് ടെക്സ്റ്റ് ബുക്കുമായി ബന്ധപ്പെട്ടതാണ്. അത് പാഠപുസ്തകം, അധ്യാപക സഹായി, റഫറൻസ് പുസ്തകം, പത്രമാസിക, ഇതൊക്കെ തന്നെ അച്ചടി സാമഗ്രികളിൽ പെടുന്നു. ലേണിംഗ് റിസോഴ്സസിലെ ഇനി ദൃശ്യശ്രവ്യ പരമായിട്ടുള്ള സാമഗ്രികളാണെങ്കിൽ ചിത്രങ്ങൾ, സിനിമകൾ, നാടകങ്ങൾ, ദൃശ്യമാധ്യമങ്ങൾ, ICT സോഫ്റ്റ്വെയറുകൾ, ഇതൊക്കെ ദൃശ്യശ്രവ്യ സാമഗ്രികളിൽ പെടുന്നു. ചരിത്രപരമായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ സാമഗ്രികൾ ഏതൊക്കെയാണ്? ചിത്രരേഖകൾ, ചിത്രരേഖകൾ, മാപ്പുകൾ, അറ്റ്ലസ്, ചരിത്ര സ്മാരകങ്ങൾ, ശില്പങ്ങൾ, ഗ്ലോബ്. അപ്പോൾ വിനിമയ സാമഗ്രികളിൽ പെടുന്നതാണ് ഇതെല്ലാം. അതിൽ ചരിത്രപരമായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സാമഗ്രികൾ ഏതൊക്കെയാണ്? ചരിത്ര രേഖകൾ, മാപ്പുകൾ, അറ്റ്ലസ്, ചരിത്ര സ്മാരകങ്ങൾ, ശില്പങ്ങൾ, ഗ്ലോബ്, ഇതൊക്കെ ചരിത്രപരമായ ഭൂമിശാസ്ത്രപരമായ സാമഗ്രികളാണ്. ശാസ്ത്രീയ ഉപകരണങ്ങൾ എന്ന് പറയുമ്പോൾ കായിക യന്ത്രം,
അനിമോമീറ്റർ, തെർമോമീറ്റർ, ബാരോമീറ്റർ, ഇതൊക്കെ ശാസ്ത്രീയ ഉപകരണങ്ങളാണ്. അപ്പോൾ ലേണിംഗ് റിസോഴ്സസ്, വിനിമയ ഉപാധികളാണ് നമ്മൾ നോക്കിയത്. വിനിമയ സാമഗ്രികളാണ്. അതിൽ അച്ചടി സാമഗ്രികളുണ്ട്, ദൃശ്യ ശ്രവ്യ സാമഗ്രികളുണ്ട്, ചരിത്രപരമായ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സാമഗ്രികൾ, ശാസ്ത്രീയ ഉപകരണങ്ങൾ, കാന്തിക യന്ത്രം, അതുപോലെ അനിമോമീറ്റർ, തെർമോമീറ്റർ, ബാരോമീറ്റർ, ഇതൊക്കെ ശാസ്ത്രീയ ഉപകരണങ്ങളിൽ പെടുന്നു. നെക്സ്റ്റ് ആസൂത്രണം അല്ലെ. ആസൂത്രണം. ഒരു അധ്യാപിക ആസൂത്രണം നടത്തുന്നത് എന്തിനാണ്? അധ്യാപിക മുൻകൂട്ടി തയ്യാറാക്കുന്ന പ്രവർത്തന പരിപാടിയാണ് ആസൂത്രണം. ഇതിൽ കുട്ടികളുടെ പഠന നിലവാരം, പഠന പ്രക്രിയ, പഠന തന്ത്രങ്ങൾ, ബോധന സാമഗ്രികൾ എന്നിവ പരിഗണിക്കുന്നു. അപ്പോൾ ഒരു അധ്യാപിക മുൻകൂട്ടി തയ്യാറാക്കുന്ന പ്രവർത്തന പരിപാടിയാണ് ആസൂത്രണം എന്ന് പറയുന്നത്. കുട്ടിയുടെ പഠന നിലവാരം, പഠന പ്രക്രിയ, പഠന തന്ത്രം, ബോധന സാമഗ്രികൾ എന്നിവയെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഒരു അധ്യാപിക എന്ത് നടത്തേണ്ടത്? പ്ലാൻ ചെയ്യേണ്ടത്. അതിൽ തന്നെ വാർഷികാസൂത്രണം, പ്രതിമാസ ആസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം എന്നിങ്ങനെ തിരിച്ചിട്ടുണ്ട്. എന്താണ് വാർഷികാസൂത്രണം? വാർഷിക പ്രവർത്തന കലണ്ടർ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ഒരു അധ്യയന വർഷത്തിൽ പഠിപ്പിക്കേണ്ട മുഴുവൻ വിഷയങ്ങളും അതിൽ നിന്ന് കുട്ടി നേടുന്ന പഠന നേട്ടങ്ങളും സമയക്രമത്തോടെ ആസൂത്രണം ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. വാർഷികാസൂത്രണം എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ അല്ലെ, ഒരു അധ്യയന വർഷത്തിൽ മുഴുവനായി പഠിപ്പിക്കേണ്ട കാര്യങ്ങളും അതിൽ നിന്ന് കുട്ടി നേടിയെടുക്കേണ്ട പഠന നേട്ടങ്ങളും സമയക്രമത്തോടെ അല്ലെങ്കിൽ സമയബന്ധിതമായി ആസൂത്രണം ചെയ്യുകയാണ് വാർഷികാസൂത്രണത്തിൽ. ഇതൊരു വാർഷിക പ്രവർത്തന കലണ്ടർ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പ്രതിമാസ ആസൂത്രണം ഓരോ മാസവും വിനിമയം ചെയ്യേണ്ട പാഠഭാഗങ്ങൾ സ്കീം ഓഫ് വർക്ക് തീരുമാനിക്കുന്നു അല്ലെ. നമ്മൾ ഇന്റേൺഷിപ്പിന് പോകുമ്പോൾ അവിടെ വാർഷികാസൂത്രണം, പ്രതിമാസ ആസൂത്രണം, യൂണിറ്റ് ആസൂത്രണം, ദൈനംദിന ആസൂത്രണം എന്നിങ്ങനെയുള്ള രേഖകളുണ്ട്. അതിൽ പ്രതിമാസ ആസൂത്രണത്തിൽ ഇന്ന ചാപ്റ്റേഴ്സ് ഇന്ന മാസത്തിൽ പഠിപ്പിക്കണമെന്നുണ്ട് അല്ലെ. ഒരു യൂണിറ്റിലെ ആശയങ്ങൾ, പഠന നേട്ടങ്ങൾ, പഠന പ്രവർത്തനങ്ങൾ, പഠന സാമഗ്രികൾ എന്നിവയെല്ലാം വിശദമായി ആസൂത്രണം ചെയ്യുകയാണ്. ഒരു മാസത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ടേമിലേക്ക് ഇത്രയും ഭാഗം പഠിപ്പിച്ച് തീർക്കണം എന്നുള്ള ഒരു രീതിയാണ് അവിടെ വരുന്നത്. അവിടെ ആ യൂണിറ്റിലെ ആശയങ്ങൾ, പഠന നേട്ടം, പഠന പ്രവർത്തനം, പഠന സാമഗ്രി എന്നിവയെല്ലാം വിശദമായി ആസൂത്രണം ചെയ്യുന്നുണ്ട്. ദൈനംദിന ആസൂത്രണം അല്ലെ. ദൈനംദിന ആസൂത്രണത്തിന് മുമ്പ് യൂണിറ്റ് ആസൂത്രണമുണ്ട്. യൂണിറ്റ് ആസൂത്രണം ഒരു യൂണിറ്റ് എങ്ങനെ വിനിമയം ചെയ്യണമെന്ന് ലക്ഷ്യപ്പെടുന്നു അല്ലെ. യൂണിറ്റ് പ്ലാനിങ് ഒരു യൂണിറ്റിലെ ആശയങ്ങള്, പഠന നേട്ടങ്ങള്, പഠന പ്രവർത്തനങ്ങൾ, പഠന സാമഗ്രികള്, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യുന്നു? അപ്പൊ പ്രതിമാസ ആസൂത്രണത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഓരോ മാസവും എന്ത് പഠിപ്പിക്കണം അല്ലെ. ഒരു മാസത്തിൽ ഓരോ മാസവും പഠിപ്പിക്കേണ്ട യൂണിറ്റുകൾ, പ്രവർത്തനങ്ങൾ എന്നിവ വിലയിരുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ ആ യൂണിറ്റിൽ നിന്ന് കുട്ടി ഏതൊക്കെ ആശയത്തിലേക്ക് എത്തണം, ഏതൊക്കെ പഠന നേട്ടം നേടണം, ഏതൊക്കെ പഠന പ്രവർത്തനങ്ങൾ, ഏതെല്ലാം സാമഗ്രികൾ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ട്. യൂണിറ്റ് ആസൂത്രണത്തിലേക്ക് എത്തുമ്പോൾ യൂണിറ്റ് പ്ലാനിങ് നമ്മൾ ആ പ്രതിമാസ ആസൂത്രണത്തിൽ പറഞ്ഞിരുന്ന അതേ പോയിന്റ്സ് തന്നെ. എന്താണ് അതില് വരുന്ന ചില പോയിന്റ്സ് ഉണ്ടല്ലോ, യൂണിറ്റിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അല്ലെ. ഒരു യൂണിറ്റില് മനസ്സിലാക്കേണ്ട ആശയങ്ങൾ, ഒരു യൂണിറ്റിൽ നിന്ന് കുട്ടി മനസ്സിലാക്കേണ്ട ആശയം, നേടേണ്ട പഠന നേട്ടം, കൊടുക്കേണ്ട പഠന പ്രവർത്തനങ്ങൾ, എന്തെല്ലാം പഠന സാമഗ്രികൾ ഉപയോഗിക്കണം എന്നിവയെല്ലാം ഇവിടെ ആസൂത്രണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ദൈനംദിന ആസൂത്രണം അല്ലെ. യൂണിറ്റ് ആസൂത്രണത്തിൽ നിന്ന് ദിവസേനയുള്ള പ്രവർത്തനങ്ങൾ തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ഡെയിലി പ്ലാനിങ്, ലെസൺ പ്ലാനിങ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ലെസൺ പ്ലാനിങ്. അപ്പോൾ ലെസൺ പ്ലാനിങ് ഒരു ദിവസത്തെ ക്ലാസ് എങ്ങനെ നടത്തണം എന്ന് പ്രവർത്തനങ്ങൾ നൽകി തീരുമാനിക്കുകയാണ് അല്ലെ. എന്ത് പ്രവർത്തനം നൽകണം, എങ്ങനെ നൽകണം, എങ്ങനെ വിലയിരുത്തണം എന്നിവ തയ്യാറാക്കുകയാണ് എന്ത്? ദൈനംദിന ആസൂത്രണത്തില്. ദൈനംദിന ആസൂത്രണമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസത്തില്. വാർഷികാസൂത്രണം ഒരു വർഷത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണെങ്കിൽ പ്രതിമാസ ആസൂത്രണം ഓരോ മാസത്തിൽ ഏതൊക്കെ യൂണിറ്റ് കവർ ചെയ്യണം, ഏതൊക്കെ ആശയങ്ങൾ
ഉൾക്കൊള്ളണം, ഏതൊക്കെ രീതിയിൽ അത് നടപ്പാക്കണം. യൂണിറ്റ് ആസൂത്രണത്തിലാണെങ്കിൽ ആ യൂണിറ്റിൽ നിന്ന് കുട്ടി എന്ത് ഉൾക്കൊള്ളണം, എന്ത് പഠിക്കണം, എന്ത് പഠന നേട്ടം നേടണം, എന്ത് ആശയങ്ങൾ ലഭിക്കണം എന്നുള്ള രീതിയിലുള്ള ആസൂത്രണം. ദൈനംദിന ആസൂത്രണമാണ് ലെസൺ പ്ലാനിങ്. ഒരു ദിവസത്തേക്ക് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് എന്താണ്, എന്ത് പ്രവർത്തനം കൊടുക്കണം, ഏത് രീതിയിൽ ഇന്നത്തെ ക്ലാസ് കൊണ്ടുപോകണം, അതാണ് ദൈനംദിനാസൂത്രണം. നമ്മൾ എഴുതുന്ന ടീച്ചിങ് മാനുവല് അല്ലെ, ലെസൺ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ആസൂത്രണം, അതുപോലെ തന്നെ വിനിമയ സാമഗ്രികൾ, പാഠപുസ്തകത്തിന്റെ പ്രയോജനങ്ങൾ, എന്താണ് പാഠപുസ്തകം, എന്തിനാണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കിയത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കമൻ്റ് ഒക്കെ അറിയിക്കുക. മാത്സിൻ്റെ എക്സാം എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഡേക്ക് മുന്നേ തന്നെ ഞാൻ അടുത്ത വീഡിയോകൾ ഇടാൻ തന്നെ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയും സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയാണ്. സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ മാക്സിമം ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്